ആപ്കി അദാലത്തിൽ കോൺഗ്രസ് നേതാവായ ജ്യോതിർ ആദിത്യ സിന്ധ്യയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് തോൽവി അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ടൈം മാഗസിനിൽ ബരാക് ഒബാമ നരേന്ദ്രമോദിയെക്കുറിച്ച് എഴുതിയിരുന്നു. കുട്ടിക്കാലത്ത് കുടുംബം പോറ്റാൻ വേണ്ടി മോദി അച്ഛനോടൊപ്പം ചായക്കടയിൽ ജോലി ചെയ്തു. കഷ്ടപ്പാടിൽ നിന്ന് ഉയർന്ന് പ്രധാനമന്ത്രി വരെ എത്തിയ അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഇന്ത്യയുടെ ഉയർച്ചയാണ് കാണിക്കുന്നത്. പട്ടിണി ഇല്ലാതാക്കാനും വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയും സ്ത്രീ വിദ്യാഭ്യാസത്തിനും അദ്ദേഹത്തിന് വളരെയധികം താൽപ്പര്യമാണ് ഉള്ളത്. പക്ഷെ കോൺഗ്രസിന് ആ ചായക്കടക്കാരനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ ജനകീയ നാട്ടിൽ നോക്കുവാണെങ്കിൽ ഉത്സവം പോലെയാണ് തെരഞ്ഞെടുപ്പ്. ഈ ലോകത്തും തന്നെ ഏറ്റവും വെച്ച് ഒരു വലിയ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള നമ്മുടെ ഈ ജനകീയ പത്യം ഇന്ത്യയുടെ ഈ തനിച്ചുള്ള ഒരു നോക്കമെന്ന് പറയുമ്പോൾ വോട്ടിടുന്ന റൈറ്റ്സ് നമ്മുടെയൊക്കെ തനിച്ചുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോരിൽ ആരൊക്കെയാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത്, ഇന്ത്യയിലുള്ള ജനങ്ങൾ ആഗ്രഹിച്ച രീതിക്കാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. 1 വർഷമായി. പക്ഷേ ഈ 1 വർഷത്തെ ഭരണത്തിലും ഇത്രത്തോളം വിജയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും ഒന്ന് നല്ലപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. തോൽവി തന്നെയാണ്, വിജയം തന്നെയാണ്. വരുന്നത്, പോകുന്നത്, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്, ഭരണത്തിൽ ഇല്ലാണ്ടിരിക്കുന്നത്, അപ്സ് ആൻഡ് ഡൗൺസും. ഇത് വെറും രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല, ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും വരുന്നതാണ് ഇതൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ഉയർച്ചയിൽ അഹങ്കാരം ഇല്ലാണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ താഴ്ചയിൽ വിശ്വാസം ഇല്ലാണ്ടിരിക്കുന്നതും, വീണ്ടും അതായത് കഷ്ടപ്പെട്ട് ഒന്നുകൂടെ ഉയരത്തിൽ എത്തണമെന്ന് അവർ വിചാരിക്കുന്നതും, അങ്ങനെ വിചാരിക്കുന്നതാണ് ഒരു തനിച്ചുള്ള മനുഷ്യനും ആ പാർട്ടിക്കും ആ ഭരണത്തിനും ഒരു ടെസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്. ഞാൻ താങ്കൾക്കൊരു ഉദാഹരണം പറയാം. ഇത് എക്കണോമിസ്റ്റ് മാഗസിനാണ്, ലോകത്തിലെ വലിയൊരു മാഗസിനാണിത്. ഇന്ത്യയുടെ എക്കണോമി സ്റ്റേബിളായിട്ട് തന്നെയാണ് ഉള്ളത്. നരേന്ദ്രമോദി സർക്കാർ എടുത്ത തീരുമാനങ്ങൾ കാരണം പണപ്പെരുപ്പം കുറഞ്ഞിരിക്കുകയാണ്, പലിശ കുറഞ്ഞിരിക്കുന്നു, രാജ്യത്തെ പണപ്പെരുപ്പം സ്റ്റേബിളാണ്, സാമ്പത്തിക സ്ഥിതിയും രാജ്യത്തിന്റെ ഉയർച്ചയും ഉന്നതിയിലാണ്. ഈ മാറ്റങ്ങളോടുകൂടി തന്നെ 7.5% വളർച്ചയോടുകൂടി ഇന്ത്യ ചൈനയെ ഓവർകം ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് 10ൽ 0 ഒന്നും തന്നെ ചെയ്തില്ലെന്നാണ് പറയുന്നത്. അതുതന്നെയാണ് സത്യം രജത് സാർ. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ഘോഷമുണ്ടായി. എന്ത് ഘോഷമായിരുന്നു അത്? നല്ല ദിവസം എന്ന് പറഞ്ഞാണ്. ഇവിടെയുള്ള ഈ ജനങ്ങളുടെ, ഈ ജനകീയത്തിന്റെ ഏറ്റവും വലിയ സ്വത്തായ ജനങ്ങളുണ്ട് ഇവിടെ. ആർക്കായി നല്ല ദിവസം വന്നിട്ടുള്ളതെന്നൊന്ന് ചോദിക്കണം. ഇന്ന് ഈ കർഷകർക്ക് ഇവിടുത്തെ ഒരു നല്ല അവസ്ഥ വന്നിട്ടുണ്ടോ? അവരോടൊന്ന് ചെന്ന് ചോദിക്കണം. കുറഞ്ഞപക്ഷം അവർക്കൊരു നിധി പോലും കിട്ടിയിട്ടില്ല. ബോണസ് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ലെറ്റർ കാരണം ഓരോ കർഷകനും 150 രൂപ വെച്ച് ഓരോ കുന്തലിനും കിട്ടും. ആ ബോണസ് ഇപ്പം നിർത്തി. ഉറങ്ങളും കിട്ടിയില്ല. പക്ഷെ പോലീസിന്റെ അടുത്ത് നിന്ന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട്. ഗുഡൌണിൽ നിന്നൊന്നും സ്റ്റോക്ക് റിട്ടേൺ വന്നിട്ടുമില്ല. മാത്രമല്ലാണ്ട് ഒരുപാട് മഴ പെയ്തതിനുള്ള രക്ഷിക്കപ്പെടേണ്ട എന്തെങ്കിലും നിധിയോ അതുമില്ല. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് ഫണ്ട് വരട്ടെ, നമുക്ക് ആലോചിക്കാമെന്നാ പറയുന്നത്. ഞങ്ങളുടെ കാലത്ത് ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാലത്തും ഒരുപാട് മഴകൾ പെയ്തിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ ഖജാന തന്നെ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. ശരി, അതൊക്കെ വിടും. നമ്മുടെ ഭൂമിയിലുള്ള ഈ കർഷകരുടെ ഓരോ നിലവും, അതായത് വന്ന് ഇപ്പോൾ അതും കൂടെ എല്ലാവരും പറിച്ചെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ മോശമല്ലേ? ഈ ഭൂമി അപഹരിച്ചെടുക്കുന്ന ഒരു വിധത്തില്. അതായത് ഒരു ഭാഗത്ത് നിങ്ങൾ കർഷകരുടെ കഴുത്തെ പിടിച്ച് അമക്കുക, മറ്റൊരു ഭാഗത്ത് അവരുടെ സ്വത്തായിട്ടുള്ള ഒരു സ്ഥലവും കൂടെ എടുക്കുക. താങ്കൾ എപ്പോഴും പറയുന്നതാണ് കൃഷിക്കാരുടെ നിലം എടുത്ത് വലിയ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നെന്ന്. ഇത് August 30, 2008 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതാണ്. നിങ്ങളുടെ സർക്കാരാണപ്പോൾ സർക്കാർ വന്ന് 4 വർഷമായി. ഹരിയാനയിലുള്ള ജഡ്ജറിൽ 25,000 ഏക്കർ നിലം, അതിന്റെ വാല്യൂ 40,000 കോടിയാണ്. ആ നിലം കൃഷിക്കാരുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് ബിസിനസ്സുകാർക്ക് നൽകിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ 10,000 ഏക്കർ നിലം മറ്റൊരു ബിസിനസ്മാന് നൽകിയിരിക്കുകയാണ്, 30,000 കോടി മതിപ്പുള്ള. ഒറീസയിൽ 8,000 ഏക്കർ നിലം 40,000 കോടി മതിപ്പുള്ളത് മിത്തലിന് നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് നിങ്ങൾ കൃഷിക്കാരുടെ നിലമെടുത്ത് ബിസിനസ്സുകാർക്ക് കൊടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ എങ്ങനെയാ? നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചതിൽ വളരെ ഈ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് സന്തോഷം തന്നെയാണ്. ഒരുപാട് സന്തോഷമാണ്. പക്ഷെ ഇതില് റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇതില് പറയണമെങ്കിൽ ശരി പറയൂ. ഈ പ്രോജക്റ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിലം മൊത്തത്തിൽ 92,000 ഏക്കറാണ്. മുംബൈയുടെ പകുതി വരും. ഈ നിലങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട് 5 ലക്ഷം കൃഷിക്കാരാണ് ബാധിച്ചത്. 5 ലക്ഷം കൃഷിക്കാരുടെ നിലമെടുത്ത് ബിസിനസ്സുകാർക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത് ബിസിനസ്സുകാരുടെ സർക്കാരാണോ അതോ കൃഷിക്കാരുടെ സർക്കാരാണോ? ഏതാണ്?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രജിത് സാർ, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാനും ഈ ചോദ്യം ചോദിച്ചതിൽ സന്തോഷമല്ല. ശരി, നമുക്ക് രണ്ടുപേർക്കും കൂടെ സന്തോഷമാ. പക്ഷേ നിങ്ങൾ ഇതിലൊരു ഡേറ്റ പോയിന്റ് മറന്നുപോയി. ഗുജറാത്തില് ബിസിനസ്മാന് കൊടുക്കാനായിട്ട് എത്രത്തോളം ഇതിന്ന് റോളായി? അത് ഞാൻ പറയാം. പറയൂ. ശരി, അത് ഞാൻ പറഞ്ഞേക്കാം. അല്ല, നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഈ പോയിന്റ് എങ്ങനെ? എനിക്കറിയാം. അത് താങ്കൾ കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ പറയുന്നു. രാഹുൽ ഗാന്ധി തന്റെ ഓരോ സ്പീച്ചിലും അദാനിയുടെ പേരാണ് പറയുന്നത്. ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ സ്റ്റേറ്റിന്റെ പേരേ പറഞ്ഞുള്ളൂ. ആ സ്റ്റേറ്റിലെ ഒരു ബിസിനസ്മാൻ ആണ് അദാനി. രാഹുൽ ഗാന്ധി ആ പേര് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഗുജറാത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അമർ സിംഗ് ചൗധരി. അദ്ദേഹം അദാനിക്ക് സ്ക്വയർ ഫീറ്റ് 25 പൈസയ്ക്കാണ് നിലം നൽകിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നില്ല. അല്ല, ഇല്ല, ഞാൻ പറയുവാണ്. പക്ഷെ നിങ്ങൾ ഗുജറാത്തിന്റെ ഫിഗർ ഉണ്ടാവണമല്ലോ ഇതില്. ഇല്ലേ? അല്ല, പറഞ്ഞു വരുന്നെന്ന് നിങ്ങളുടെ ചോദ്യത്തിന് പറ്റില്ല. ഞാൻ ഉറപ്പായിട്ട് ഇതിനുള്ള ഉത്തരം പറയാം. അതായത് ഈ 92,000 ഏക്കർ നിലം. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ എന്തായാലും പറയാം സർ. ഇല്ല, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ചെറിയ ഫാക്ടർ മിസ്സിംഗ് ആണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിച്ചു. ഞാൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടേ ഇല്ല. സ്ഥലങ്ങൾ മറ്റുള്ളവർ കൈപ്പറ്റി എടുക്കാൻ നോക്കി. ആ പറഞ്ഞ കാര്യത്തിൽ മാറ്റമേ ഇല്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് കാരണമാണ് സ്ഥലം ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അത് BJP സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് ആണെങ്കിലും ശരി, അത് കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ശരി, അതിപ്പോ സമാജ്വാദി പാർട്ടി ആണെങ്കിലും DSP ആണെങ്കിലും ഏത് പാർട്ടി ആയാലും ശരി, അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല. പക്ഷെ ആ ഒരു അവസ്ഥ ശരിയാക്കാനുമായിട്ടും അതിനെ ഒരു അവസാനത്തിൽ എത്തിക്കാനായിട്ടും ഞങ്ങള് ഈ സ്ഥലം ആക്രമിക്കപ്പെടുന്ന മസോദയെ പാർലമെന്റിനകത്ത് കൊണ്ടുവന്നത് നമ്പർ 1. അപ്പൊ നമ്പർ 2, ഈ ഉദാഹരണം പറയണമെങ്കിൽ ഉദാഹരണത്തിന് എല്ലാം നഷ്ടപരിഹാരമായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്പർ 3, നമ്മുടെ വിഷൻ എന്താണ്? അതായത് നോക്കുവാണെങ്കിൽ സ്ഥലം കർഷകന് സ്വന്തമായത്. ചെറിയ ചെറിയ കർഷകർ ഉള്ളതുകൊണ്ട് ആ കർഷകരുടെ അടുത്തുനിന്ന് ഒരു വാക്ക് പോലും ചോദിക്കാണ്ട് അവരുടെ സ്ഥലം നിങ്ങൾക്ക് കൈപ്പറ്റിയെടുക്കാൻ പാടുണ്ടോ? ഒരു കർഷകനോട് അത് ചോദിച്ചെടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് അത്രയും പ്രയാസം? നമ്പർ 1. നമ്പർ 2, സമൂഹത്തിനെ ബാധിക്കുന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവാൻ പാടില്ലേ? രജത് സാർ, എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. അതായത് നിങ്ങളും കേട്ടിരിക്കും, പിന്നെ ഞാനും കേട്ടു. അത് പാർലമെന്റിൽ ബഡ്ജറ്റിനെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്ന സമയത്ത് BJPയുടെ ഭാഗത്തുനിന്ന് രാജ്നാഥ് സാർ, കുക്കും സിംഗ് നാരായണൻ സാർ, സുഷമ ശിവരാജ് മാഡം പറഞ്ഞു. അതായത് ഒരു തുരുമ്പ് സ്ഥലം പോലും നിങ്ങൾ എടുക്കാൻ പാടില്ല അവിടെ നിന്നാണ് പറഞ്ഞത്. സോഷ്യൽ അസസ്മെന്റ് ഇമ്പാക്റ്റ് ഇല്ലാണ്ട് ഒരു കർഷകന്റെ ഒരു തുരുമ്പ് സ്ഥലം എടുക്കരുത്, ഇവിടെയുള്ള കർഷകന്റെ അനുവാദം ഇല്ലാണ്ട്. കസേരെ തട്ടിയാണ് അവർ അഭിനന്ദിച്ചത് തന്നെ ഈ ബില്ലിങ്ങനെ പാസ്സായതുകൊണ്ട്. ഈ ഒരു വർഷത്തിൽ അങ്ങനെ എന്താ സംഭവിച്ചത് എനിക്കറിയാൻ വേണ്ട. ഇതെല്ലാം മാറ്റേണ്ട ഒരവസ്ഥയ്ക്ക്. സിന്ധ്യ സർ, സോണിയാഗാന്ധി കോൺഗ്രസിന്റെ ഒരു നേതാവാണ്. അവർ ജയ്പൂർ മീറ്റിംഗിൽ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ശരി, കൃഷി ചെയ്യുന്ന ഒരു നിലം ഒരിക്കലും നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ലെന്ന്. അതും നല്ല വിളകൾ കിട്ടുന്ന സ്ഥലം, നല്ലപോലെ വിളച്ചിൽ വരുന്ന സ്ഥലമാ. പക്ഷേ ഹരിയാനയിൽ താങ്കളുടെ സർക്കാരാണ് ഉണ്ടായിരുന്നത്. 20,000 ഏക്കർ നിലത്തിന് സെക്ഷൻ 4, സെക്ഷൻ 5 നോട്ടീസ് അയച്ചു. ആ നിലം കൃഷിക്കാരുടെ അടുത്തുനിന്ന് ഏറ്റെടുത്തു. അതിനുശേഷം കുറച്ച് നാളുകൾക്കുള്ളിൽ ഗുഡ്ഗാവ്, സോണിപത്, ഫരീദാബാദ് മുതലായ സ്ഥലങ്ങളിൽ, സ്വർണം വിളയുന്ന സ്ഥലങ്ങളിൽ റെസിഡൻഷ്യൽ കോളനി കെട്ടാനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ്. ഒരു രാത്രി കൊണ്ട് തന്നെ 2 4 4 8 8 16. അതായത് നിങ്ങൾ പറയുവാണെങ്കിൽ ചിലപ്പോൾ അതുപോലെ ചോദിച്ചില്ലല്ലോ. നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കണമല്ലോ. അതായത് ഞാൻ എന്താ പറയുന്നത്, അതായത് ഈ സ്ഥലം കൈപ്പറ്റിയെടുക്കുന്ന ആ ഒരു ബില്ലില് നല്ലപോലെ വിളച്ചിൽ വരുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് കൈപ്പറ്റിയെടുക്കാൻ അതിനൊരു മുഴുവൻ തടസ്സവും പിന്നെ റെസ്ട്രിക്ഷൻസിനും ഫോളോ ചെയ്യുന്നുണ്ടതിന്. ഇതൊക്കെയാണ് ഈ BJP രാഷ്ട്രീയം വേണ്ടെന്ന് വെക്കാൻ നോക്കുന്നത്. ഇവരെടുത്തോണ്ട് വന്ന ഈ ഓർഡിനൻസ് ഉണ്ടല്ലോ, ഈ ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും സിംഗിൾ ബാർ അല്ല, അത് രണ്ടാമത്തെ അല്ല, 3 പ്രാവശ്യമായിട്ട് എടുത്തോണ്ട് വന്നിരിക്കുന്നത്. അതായത് രാജ്യസഭ സംഭവിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഈ നാട്ടിൽ നിന്ന് തള്ളി വച്ചിരിക്കുകയാണ് അവരിപ്പോ. ആ ഓർഡിനൻസ് തിരിച്ചെടുത്തോണ്ട് വരാനായിട്ടും ഇപ്പോൾ ഇത് ഈ ജനകീയത്തിന് നേരെ എതിരും നേരെ ഓപ്പോസിറ്റും ആയിട്ടുള്ളൊരു കാര്യം. പക്ഷേ നിങ്ങൾ ഒരു തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി മൈ വേ ഇല്ലെങ്കിൽ ഹൈവേ എന്ന് പറഞ്ഞു വിട്ടേക്കണം. എന്റെ ഓർഡിനൻസ് ഒരുപാട് കാലത്തേക്ക് കാണത്തില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമായിട്ടാണ് കൊണ്ടുവന്നേ. ചിലപ്പോൾ വേണ്ടി വന്നാൽ 4ാമത്തെ പ്രാവശ്യവും കൊണ്ടുവരും ഞങ്ങൾ. പക്ഷെ ഇത് ജനകീയത്തിന് എതിരായതല്ലേ? ഞാൻ താങ്കൾക്ക് മറ്റൊരു ഉദാഹരണം പറയാം. റോബർട്ട് വഡ്ര
2009 മുതൽ 2010 വരെ രാജസ്ഥാനിൽ 2000 ഏക്കർ നിലമാണ് വാങ്ങിയത്. അതിനുശേഷം ആ നിലത്തിന് ചുറ്റിനും സോളാർ എനർജി പ്രോജക്റ്റ് വന്നു. ആ നിലത്തിന്റെ വാല്യൂ പകലിൽ 2, രാത്രിയിൽ 8, അടുത്ത ദിവസം 12 ആയി. അതിപ്പോൾ ഞാൻ എന്ത് പറയണ, ഈ നാട്ടിലെല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് സ്ഥലം മേടിക്കാനൊക്കെ ആയിട്ടല്ലേ. നിങ്ങളിവിടെ സ്റ്റുഡിയോ കെട്ടാനായിട്ട് ഇവിടെ നോയിഡയിൽ സ്ഥലം മേടിച്ചു വെച്ചിട്ടില്ലേ? പക്ഷെ ആ നിലത്തിൽ സ്റ്റുഡിയോ കെട്ടിയിരിക്കുന്നു. സ്റ്റുഡിയോ പണിയാനായിട്ട് ഇവിടെ സ്ഥലം മേടിച്ചു. പക്ഷേ ഈ സ്റ്റുഡിയോ കെട്ടാൻ എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ ആ സ്ഥലം മേടിച്ചിട്ടുണ്ട്, എനിക്കത് വിൽക്കാൻ താല്പര്യമില്ല. 10 വർഷം ഹോൾഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരു പക്ഷേ 10 വർഷം ഹോൾഡ് ചെയ്തിരുന്നാൽ, അല്ലെങ്കിൽ 2 വർഷം ഹോൾഡ് ചെയ്തിരുന്നാൽ, ഒരു പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങൾ വിധി എന്തെങ്കിലും ക്രോസ് ചെയ്തിരുന്നാൽ പേര് പറയുമ്പോൾ താങ്കൾ പേടിക്കാൻ പോകുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോ. ഇത് കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ താങ്കൾ തന്നെ അത്ഭുതപ്പെടും. ഹരിയാനയിൽ ഒരു 3.5 ഏക്കർ വസ്തു അദ്ദേഹം വാങ്ങിച്ചു. അത് അണ്ടർ ഡെവലപ്പ് പ്ലോട്ടായിരുന്നു. 18 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് സർക്കാർ അനുവാദം നൽകി ആ കൃഷിസ്ഥലം ഒരു കൊമേഴ്ഷ്യൽ പ്ലേസായിട്ട് മാറ്റാൻ. കൊമേഴ്ഷ്യൽ ആക്കിയതിനു ശേഷം അദ്ദേഹം അത് മറ്റൊരു കമ്പനിക്ക് വിറ്റു. അദ്ദേഹം അതിന് 1000 മാത്രമേ ചെലവാക്കിയുള്ളൂ. പക്ഷെ മറിച്ചു വിറ്റപ്പോൾ കോടിക്കണക്കിനാണ് കിട്ടിയത്. ഇതിനെയാണ് മാജിക് എന്ന് പറയുന്നത്. മറ്റു പുതിയ സംരംഭകരോട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സംഭവിച്ചതിന്റെ ഒരേ ഒരു കാരണം അദ്ദേഹത്തിന്റെ മദർ ഇൻ ലോ സോണിയാഗാന്ധി ആയതുകൊണ്ടാണ്. ഈ നാട്ടിൽ ഓരോരുത്തർക്കും ബിസിനസ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും അവരവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് എവിടെയും. ഒരുപക്ഷെ ആരെങ്കിലും ആ റൂൾസിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഇന്ന് ഹരിയാനയിൽ BJPയുടെ രാഷ്ട്രീയമാണുള്ളത്, അവർ തന്നെയാണ് ഭരിക്കുന്നതും. ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, ഒരു പ്രശ്നവുമില്ല, ധാരാളമായിട്ട് നടത്തൂ, ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നവുമില്ല. അവര് എല്ലാ റൂൾസും പിൻപറ്റി തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഇരിപ്പുണ്ട്, അവരത് പോയി ചെക്ക് ചെയ്യട്ടെന്നേ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കണ്ണാടി വീടിനുള്ളിലിരിക്കുന്നവർ മറ്റുള്ളവരെ നോക്കി കല്ലെറിയരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് തന്നെ പറയാൻ ആഗ്രഹിച്ചത്. ഞാൻ നാടിന്റെ നല്ലത് ആലോചിക്കുന്നതും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ആലോചിക്കുന്നതും, ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാനായിട്ട് ഭരണത്തിലും നിയമത്തിലും എല്ലാം ഉണ്ട്. താങ്കൾ ജനുവരി 1, 2014 നിയമം കൊണ്ടുവന്നു. മെയ് 12, 2015 വരെ 25 സ്റ്റേറ്റിൽ ആ നിയമം അനുസരിച്ച് 1 സെന്റ് പോലും അക്വയർ ചെയ്തിട്ടേയില്ല. ഈ നാട്ടിൽ ഏത് പ്രോജക്റ്റ് ചെയ്യാനുള്ള സ്ഥലമായില്ലെന്ന് നിങ്ങൾ പറയണമെന്നേ. ഈ നാട്ടില് എത്രത്തോളം ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് ഉണ്ട്. എൻ്റെ സ്ഥലത്തോട്ട്, അതായത് സമ്പൽഗാഡിലോട്ട് വന്ന് നോക്കണം. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞങ്ങളുടെ സർക്കാരോട് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്, നമുക്ക് തൊഴിലും പണവും വേണമെങ്കിൽ നമ്മുടെ സ്ഥലത്തുള്ള എല്ലാ ഡ്രൈ ലാൻഡും എന്തുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. താങ്കളുടെ സർക്കാരല്ലേ, അപ്പൊ എന്തുകൊണ്ട് ആ പ്രോജക്റ്റ് കൊണ്ടുവന്നില്ല? ഇല്ലല്ല, ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് ഒരുപാട് ആശ്ചര്യമായിട്ടുണ്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ. ഞാൻ പറഞ്ഞതല്ലേ, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഞങ്ങളുടെ രാഷ്ട്രീയമല്ല, അവിടെ ഭരിക്കുന്നവരുടെ ഒരു ഇതാണിത്. 10 വർഷം ദിഗ്വിജയ് സിംഗ് മുഖ്യമന്ത്രിയായിരുന്നു. എത്ര പ്രോജക്റ്റുകൾ അവിടെ വന്നു? സ്ഥലത്തിന് ഒരു കുറവുമില്ലല്ലോ. സ്ഥലത്തിന് ശരിക്കും ഒരു കുറവില്ലല്ലോന്നേ. അവസ്ഥ എന്താന്ന് വെച്ചാൽ, രജത് സാർ ഞങ്ങൾ ആ ബില്ലിൽ എന്താ എഴുതിയെന്ന് വെച്ചാൽ, ആദ്യം ബാരൽ ലാൻഡ് അവിടുന്ന് എടുക്കണം, അതായത് ഡ്രൈ ലാൻഡ് എടുക്കണം. അതാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ സർക്കാർ അല്ലായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ബാരൽ ലാൻഡ് എടുത്തില്ല? അതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ചമ്പലിൽ ചെയ്യാമില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ചമ്പലിൽ എന്തുകൊണ്ടാണ് 15 വർഷമായിട്ട് ഞങ്ങളുടെ ഭരണമല്ലല്ലോ അവിടെ. ഇതിനു മുൻപ് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, സ്ഥലം കുറവാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കപ്പെടണം. അവിടുന്ന് ഒരു ഹൈവേ പോകുന്നുണ്ട്, ശതാബ്ദി ട്രെയിൻ അതുവഴിയെ പോകുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ എന്ത് കുറവാ ഉള്ളേ? എന്തിനാ ഈ വിളച്ചിൽ നടത്തുന്ന സ്ഥലം തന്നെ വേണമെന്ന് പറയുന്നേ? എന്തുകൊണ്ട് ഒരു കർഷകന്റെ സംബന്ധം ഇല്ലാണ്ട് ആ സ്ഥലം പിടിച്ചെടുക്കുന്നു? അല്ല സാർ, താങ്കൾ പറയുന്നത് കർഷകന്റെ സ്ഥലത്തോട്ട് മാത്രം ഇങ്ങനെ കണ്ണായി അത് എടുക്കാൻ നോക്കുന്നു നിങ്ങള്. എങ്ങനെയെങ്കിലും കർഷകരെ നശിപ്പിക്കാനായിട്ടാ നോക്കുന്നത്. എന്തുകൊണ്ട് സാർ, ഹരിയാന സർക്കാർ നന്നായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെയാ വരുന്നത്. നല്ല കൃഷി സ്ഥലങ്ങൾ എടുക്കുന്ന സമയത്ത് താങ്കൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് സർക്കാരിലുള്ള ആളുകൾ ഒരുപാട് സ്ഥലം ആക്രമിച്ചെടുത്തു. അത് നല്ല വിളച്ചിലുള്ള സ്ഥലമാണെങ്കിലും ശരി, അല്ലെങ്കിലും അത് ശരി, അതെല്ലാം കൂടെ നിയമത്തിന്റെ കീഴെ കൊണ്ടുവരാനായിട്ടാണ് ഭൂമി അതിക്രമപ്പെടുത്താൻ പാടില്ലാത്ത പദ്ധതി കൊണ്ടുവന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ കൃഷിക്കാരുടെ സ്ഥലം എടുക്കുന്നത് താങ്കൾ എന്തുകൊണ്ട് എതിർത്തില്ല? ആ സമയത്ത് ഞങ്ങളായിരുന്നു അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നേ. അതിനു മുമ്പ് നഷ്ടപരിഹാരം ബിൽഡേഴ്സിന് കൊടുക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നതുകൊണ്ടാണോ? അല്ല, നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു സ്ഥലം പ്രത്യേകിച്ച് പറയുന്നത്? അതായത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ച് മാത്രമാണ് താങ്കളോട് പറയുന്നത്. അതായത് ഈ സ്ഥലം ഇങ്ങനെ പിടിച്ചു പറിക്കുന്ന പരിപാടി ഒരുപാട് ഡിസ്ട്രിക്റ്റിൽ നടന്നിട്ടുണ്ട്. ഇതിപ്പോ കോൺഗ്രസിന്റെ ഭരണമാണെങ്കിലും ശരി, അല്ലെങ്കിൽ BJPയുടെ ഭരണമാണെങ്കിലും ശരി, ഇല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ ആണെങ്കിലോ, അല്ലെങ്കിൽ BSP പാർട്ടിയുടെ ആണെങ്കിലോ, അതായത് ഏതൊരു സർക്കാരാണെങ്കിലും ഞങ്ങളൊരു നാഷണൽ പോളിസി കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്.
അതുകൊണ്ടാണ് ഈ സ്ഥലം ആക്രമിക്കാൻ പാടില്ലാത്ത പദ്ധതി കൊണ്ടുവന്നേ. അതായത് ഈ ഒരു ബില്ലിങ്ങിന് ശേഷം, അതായത് ഓരോ സ്ഥലത്തും എവിടെയാണെങ്കിലും ഈ ഒരു പദ്ധതി വെച്ച് നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ. അതായിരുന്നു ഞങ്ങളുടെ ഒരു മോട്ടോ, അതായത് ഇന്ത്യ സർക്കാരിന്റെ മോട്ടോ. പക്ഷേ 1 വർഷം ഇതിങ്ങനെ കംപ്ലീറ്റ് ആവുന്നതിന് ഇപ്പുറം തന്നെ അത് നിങ്ങൾ കീറി കഷ്ണങ്ങളാക്കി അങ്ങോട്ട് കുപ്പയിൽ എറിഞ്ഞു കിടന്ന്. ഞാനിത് നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളല്ല കേട്ടോ, ഞാൻ സർക്കാരിനെ പറഞ്ഞു. സർക്കാർ കൊണ്ടുവരുന്ന ബില്ലൊക്കെ കീറി ചവിട്ടുകൊറ്റയിലിടുന്ന ജോലിയൊക്കെ രാഹുൽ ഗാന്ധിയല്ലേ ചെയ്യാറുള്ളത്? തന്റെ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന... ഇല്ല, ഞാനൊന്ന് കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അങ്ങനെ ഒരിക്കലും കീറിയിട്ടില്ല. കീറി കളയേണ്ട കാര്യമല്ലെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇല്ല, ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ എമോഷനാണ് പുറത്തു പറഞ്ഞേ. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാണ്ടിരിക്കാം, ജനങ്ങൾ സമ്മതിക്കാണ്ടിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു എമോഷനാണ് അദ്ദേഹം പറഞ്ഞത്. ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാഹുൽ ഗാന്ധി BJPയെ എതിർക്കുന്നതിൽ എത്ര ആക്റ്റീവായിട്ടുണ്ടോ അത്രയും ആക്റ്റീവായിട്ട് അവർ ഭരിക്കുന്ന സമയത്തും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ വീണ്ടും ജയിച്ചേനെ. ആ സമയത്ത് അദ്ദേഹം അത്രത്തോളമാണ് ആക്റ്റീവായിട്ടിരുന്നത്. അതായത് ഈ സ്ഥലം ഈ ആക്രമിക്കുന്ന ഒരു ബില്ലെടുത്തോളൂ രജത് സാർ, നമ്മൾ ഇത്ര നേരം അതിനെക്കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ബില്ലിനുള്ള അടിസ്ഥാനവും അതിൻ്റെ തുടക്കവും പട്ടാ പർസോൾ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് തുടങ്ങിയതല്ല. അതിൽ രാഹുൽ സാറാണ് ആദ്യമായിട്ട് വന്ന് നിന്ന് ആ ഒരു ബേസിക് വെച്ചാണ് എല്ലാവരും അത് തുടർച്ചയായി ചെയ്തത്. ഇപ്പോൾ ഒരു പണി കിട്ടേണ്ട ഉത്തരവാദിത്തം എടുത്തോളൂ. 200ഓളം ഡിസ്ട്രിക്റ്റിലാണ് അത് സാങ്ഷനായത്. 600ഓളം ഡിസ്ട്രിക്റ്റിൽ ഇൻക്രീസ് ചെയ്തത് അദ്ദേഹം തന്നെയാണ്. സോ അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ്സ് എപ്പോഴും ഇരുന്നുകൊണ്ട് തന്നെയാണുള്ളത്. സത്യം പറയണമെങ്കിൽ കഴിഞ്ഞ 1-2 ഈ മാസത്തിൽ അദ്ദേഹം ഒരു പുതിയ എനർജറ്റിക് ആയിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിലെ പാർട്ടിക്കും ഒരു പുതിയൊരു എനർജി ഉണ്ടാവും എന്തായാലും. എന്റെ ചോദ്യം താങ്കളോടും ഉണ്ട്, പിന്നെ രജത് സാർ താങ്കളോടും ഉണ്ട്. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് പെർമിഷൻ? തീർച്ചയായും എല്ലാവർക്കും ഉണ്ട്. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇല്ല, ഇദ്ദേഹം എനിക്ക് അനുവാദം ഇല്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഉത്തരം പറയേണ്ടത് താങ്കളാണ്. ജനങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം, ആരുടെ അടുത്ത് വേണമെങ്കിലും ചോദിക്കാം. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് രാഹുൽ സാറിനെ ഇവിടെ കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴാണ് ഇവിടെ വരിക? കാരണം ഈ വേദിയിൽ ഒരുപാട് സെലിബ്രിറ്റികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ബിസി ഷെഡ്യൂളുകൾ മാറ്റിവെച്ച് അദ്ദേഹം എപ്പോഴാണ് ഈ ഷോയിലേക്ക് വരിക? എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അതായത് രജത് സാർ ഈ ചാനലിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങളത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അദ്ദേഹം വിളിച്ചിട്ട് വന്നതുപോലെ എത്രയോ പ്രാവശ്യം ക്ഷണിച്ചിട്ടും അദ്ദേഹം വന്നതേ. തീർച്ചയായിട്ടും അദ്ദേഹം വരും. നിങ്ങൾ ചോദിച്ചു, ഞാൻ തീർച്ചയായിട്ടും പറയാം. താങ്കൾ എനിക്ക് വേണ്ടി കുറച്ച് റെക്കമെൻഡ് ചെയ്യണം. ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ തന്നെ പറഞ്ഞില്ലായിരുന്നു.